ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. റേഷൻ വിതരണത്തിൽ പാളിച്ച. കൊമ്പടിഞ്ഞാമ്പാക്കലിലെ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് സനീഷ് കുമാർ ജോസഫ് MLA. ഈ മാസത്തെ അരി വിതരണം 4 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്ന് കളക്ടർ. ഗവൺമെന്റ് പീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് കോൺഗ്രസ് വക്താവ് VR അനൂപ്. RSS നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം കൊടുക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് KSU നേതാക്കൾക്ക് സമയം കൊടുക്കുന്നില്ലെന്ന് അനൂപ്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നുവെന്ന് വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. മാളയിൽ KSEB ജീവനക്കാരനെ മർദ്ദിച്ച 5 പേർ അറസ്റ്റിൽ. എരുമപ്പെട്ടിയിൽ KSEB ഓഫീസ് DYFI പ്രവർത്തകർ ഉപരോധിച്ചു. തൃശൂർ വടക്കുന്നാഥ് ക്ഷേത്രത്തിൽ ആനയൂട്ട് നാളെ. 50ഓളം ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുക്കും. രാവിലെ 8 മുതൽ TCVയിൽ തത്സമയം. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് രാഷ്ട്രീയ പരിപാടികൾക്ക് വിലക്ക്. ഉത്തരവിറക്കി ഹൈക്കോടതി. ലോകകപ്പ് ഫുട്ബോളിലെ 2ാം സെമി പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ. ഞായറാഴ്ച രാത്രി നടക്കുന്ന കിരീട പോരാട്ടത്തിൽ അർജന്റീന സ്പെയിനെ നേരിടും. വിശദാംശങ്ങളിലേക്ക്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അരി ഗോഡൌണിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് ഭരണകക്ഷി MLA സനീഷ് കുമാർ ജോസഫാണ് മാള കൊമ്പടിഞ്ഞാമ്പാക്കലിലെ അരി ഗോഡൌണിൽ റേഷൻ കട ഉടമകളുമായി പ്രതിഷേധിച്ചത്. ചാലക്കുടി താലൂക്കിലെ കരാറുകാരൻ അരി വിതരണം കൃത്യമായി നടത്തുന്നില്ലെന്നും അഴിമതി കാണിക്കുന്നുവെന്നും ആരോപിച്ചാണ് ഗോഡൌണിലെ ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചത്. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് തനിക്ക് പ്രതിഷേധിക്കേണ്ടി വന്നതെന്ന് MLA പറഞ്ഞു. റേഷൻ കടയിലേക്ക് അരി എത്തിക്കുന്നതിനായി കരാറുകാരൻ ആവശ്യത്തിന് വാഹനങ്ങളും ഡ്രൈവർമാരെയും ഏർപ്പെടുത്തിയിരുന്നില്ലെന്നും MLA ആരോപിച്ചു. പ്രതിഷേധം മണിക്കൂറുകളോളം നീണ്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടർ MLAയുമായി ചർച്ച നടത്തിയാണ് സമരം അവസാനിപ്പിച്ചത്. ഈ മാസത്തെ അരിവിതരണം 4 ദിവസത്തിനകവും അടുത്ത മാസത്തെ അരിവിതരണം 15ാം തീയതിക്കകവും പൂർത്തിയാക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകി. കഴിഞ്ഞ 1 വർഷം ഇവിടെ നടന്ന അരിവിതരണത്തിന്റെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചതായും കളക്ടർ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA അടക്കമുള്ള ജനപ്രതിനിധികളും അതുപോലെ കുറച്ച് റേഷൻ കട ഉടമകളും കൂടി ഇവിടെ ഇന്ന് ചാലക്കുടി താലൂക്കിന്റെ FCIയുടെ ഗോഡൌണിൽ ഒരു ചെറിയ ധർണ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ളിൽ മനസ്സിലായത് കരാറ് പ്രകാരമുള്ള രീതിയിൽ 15ാം തീയതിക്കകം നമ്മുടെ ഈ താലൂക്കിൽ അരിവിതരണം നിലവിൽ നടക്കുന്നില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ കരാറുകാരൻ കൃത്യമായിട്ടുള്ള വണ്ടികൾ കരാറ് പ്രകാരമുള്ളത് നൽകുന്നില്ല എന്ന് ഇവിടുത്തെ ഗോഡൌണിലെ അസിസ്റ്റന്റ് മാനേജറും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ അവരുടെ അടുത്ത് നിന്ന് റിപ്പോർട്ട് സീക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ 1 വർഷം എങ്ങനെയാണ് ഇവിടെ അരിവിതരണം നടന്നത് എന്നുള്ളൊരു വിശദമായ റിപ്പോർട്ട് നൽകാൻ താലൂക്ക് സപ്ലൈ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് ആവശ്യമായ റെക്കമെൻഡേഷൻസ് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ മാസത്തെ അരിവിതരണം അവർ 4 ദിവസത്തിനകം പൂർത്തിയാക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത മാസം നമുക്ക് ഓണമാണ് വരുന്നത്. 15ാം തീയതിക്കകം തീർക്കാമെന്നാണ് അസിസ്റ്റന്റ് മാനേജർ നമുക്കിപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. DS ശരത്തിന്റെ ഗവൺമെന്റ് പീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് വക്താവ് VR അനൂപ്. എന്തൊക്കെ നേടിയിട്ടും സ്വന്തം ആത്മാവ് നശിച്ചാൽ എന്താണ് പ്രയോജനമെന്ന് അനൂപ് ചോദിച്ചു. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് എല്ലാവരുടെയും മുഖ്യമന്ത്രി എന്നാണ്. എന്നാൽ തുടർച്ചയായി അദ്ദേഹം ഈ നിലപാടിൽ നിന്നും മാറുന്നുവെന്ന് അനൂപ് തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ പരാതി പറയാൻ സമയം ചോദിച്ചപ്പോൾ അനുവാദം നൽകാത്ത മുഖ്യമന്ത്രി RSS നേതാക്കളായ RV ബാബുവിനും ശശികലയ്ക്കും സമയം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നും അനൂപ് ചോദിച്ചു. എല്ലാവരുടെയും മുഖ്യമന്ത്രി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രത്യേകിച്ചും ഒരു KPCCയുടെ ജനറൽ സെക്രട്ടറി സമയം ചോദിക്കുന്നു, ആ സമയം അനുവദിച്ച് കിട്ടുന്നില്ല. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സമയം ചോദിക്കുന്നു, ഇതുവരെ സമയം അനുവദിച്ച് കിട്ടുന്നില്ല. തൊട്ടു മുമ്പ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് RV ബാബു, അദ്ദേഹം ഒരു വർഗീയ വിദ്വേഷ പരാമർശം നടത്തി അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അനുഭാവപൂർവ്വം മുഖ്യമന്ത്രി കേട്ടു എന്നാണ്. അപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ സ്പിരിറ്റോടുകൂടി ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് RV ബാബുവിനും
ശശികലയ്ക്കും പോലും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറിക്ക് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് സമയം ചോദിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുവെങ്കിൽ അത് ന്യായമാണ്. അദ്ദേഹം എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, എല്ലാവരുടെയും മുഖ്യമന്ത്രി ആകേണ്ടതുണ്ട്. സംസ്ഥാനത്ത് നിലവിലുള്ള വൈദ്യുതി പ്രതിസന്ധിയും നിയന്ത്രണങ്ങളും രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. UDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടുള്ള നിയന്ത്രണമല്ല ഇതെന്നും രാജ്യമെമ്പാടും നിലനിൽക്കുന്ന സമാനമായ സാഹചര്യത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ വൈദ്യുതി ഉപഭോഗത്തിൽ 1000 മെഗാവാട്ടിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കടുത്ത ചൂടും മഴയുടെ കുറവ് മൂലം ഉൽപ്പാദനത്തിലുണ്ടായ ഇടിവാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്നും മന്ത്രി വിശദീകരിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ട സമയമാണിത്. ഉൽപ്പാദനക്കുറവ് മൂലം അതിനും തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിവിധികൾ കണ്ടെത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ലോഡ് ഷെഡിംഗ് സമയത്ത് വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് യുവാക്കൾ സംഘം ചേർന്ന് അന്നമനട KSEB സെക്ഷൻ ഓഫീസിനും സബ്സ്റ്റേഷനും നേരെ ആക്രമണം നടത്തിയതായി പരാതി. സംഭവത്തിൽ വടികൊണ്ട് അടിയേറ്റ സബ്സ്റ്റേഷൻ ഓപ്പറേറ്റർ നിധിൻ ദാസനെ മാള ഗുരുധർമ്മ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. വെണ്ണൂർ സ്വദേശികളായ മണി, അഭിജിത്ത്, അരുൺ, കമലേഷ്, ഗിരീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഒരേ സ്ഥലത്താണ് സബ്സ്റ്റേഷനും സെക്ഷൻ ഓഫീസും പ്രവർത്തിക്കുന്നത്. പ്രദേശത്ത് 11:45 മുതൽ 12:10 വരെയായിരുന്നു ലോഡ് ഷെഡിംഗ്. ലോകകപ്പ് കളി നടന്ന 12:30 പ്രദേശത്ത് വൈദ്യുതി ഉണ്ടായിരുന്നു. ലോകകപ്പിലെ അർജന്റീന ഇംഗ്ലണ്ട് സെമിഫൈനൽ മത്സരത്തിനിടയിൽ KSEBയുടെ പവർക്കട്ട് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് എരുമപ്പെട്ടിയിലെ KSEB ഓഫീസ് DYFI പ്രവർത്തകർ ഉപരോധിച്ചു. KSEB എരുമപ്പെട്ടി സെക്ഷന് കീഴിലുള്ള കടങ്ങോട് മേഖലയിൽ പുലർച്ചെ 12:42 മുതൽ 1:07 വരെ പവർക്കട്ട് പ്രഖ്യാപിച്ചിരുന്നു. 12:30 മുതൽ അർജന്റീന ഇംഗ്ലണ്ട് സെമിഫൈനൽ മത്സരം കാണാനിരുന്ന ഫുട്ബോൾ പ്രേമികൾ ഇതോടെ രോഷത്തിലായി. കടങ്ങോട് മേഖലയിലെ DYFI പ്രവർത്തകർ KSEB ഓഫീസിലെത്തി പവർക്കട്ട് സമയം മാറ്റണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ ആദ്യം വിസമ്മതിച്ചു. തുടർന്നാണ് പ്രവർത്തകർ ഓഫീസിനുള്ളിൽ കയറി കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. 12:45 KSEB ഉദ്യോഗസ്ഥർ പവർക്കട്ടിന്റെ സമയം മാറ്റാൻ നിർബന്ധിതരായി. കളിയുടെ സമയത്ത് പവർക്കട്ട് ഉണ്ടാവുകയില്ല എന്ന് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. വിവരമറിഞ്ഞ് എരുമപ്പെട്ടി പോലീസും എത്തിയിരുന്നു. ലോകകപ്പ് മത്സര സമയത്ത് സംസ്ഥാന സർക്കാർ നടത്തുന്ന പവർക്കട്ട് കായിക പ്രേമികളോടുള്ള വഞ്ചനയും വെല്ലുവിളിയുമാണെന്ന് DYFI ആരോപിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CH ലാഷ്, കടങ്ങോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UV ഗിരീഷ്, ലോക്കൽ കമ്മിറ്റി അംഗം CV സുഭാഷ്, DYFI മേഖലാ സെക്രട്ടറി PB വിഷ്ണു, പ്രസിഡന്റ് KC നിമിൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നാളെ. 50-ൽ പരം ആനകൾ ആനയൂട്ടിന്റെ ഭാഗമാകും. പുലർച്ചെ ക്ഷേത്രത്തിൽ അഷ്ടദേവ്യ മഹാഗണപതി ഹോമം നടക്കും. തുടർന്ന് രാവിലെ 9 മണിക്ക് ആനയൂട്ട് ചടങ്ങുകൾ ആരംഭിക്കും. എറണാകുളം ശിവകുമാർ, പാറമേക്കാവ് കാളിദാസൻ തുടങ്ങി നിരവധി കൊമ്പന്മാർ പങ്കെടുക്കും. പ്രത്യേകം മരുന്നുകൾ ചേർത്ത് തയ്യാറാക്കിയ ചോറുരുള, പട്ട, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ ആനകൾക്ക് നൽകും. ആനയൂട്ട് രാവിലെ 8 മണി മുതൽ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. നാലമ്പല തീർത്ഥാടകർക്കായി തൃപ്രയാർ ക്ഷേത്രം ഒരുങ്ങി. ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാനും തിരക്ക് നിയന്ത്രിക്കാനും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. 4 ഇടങ്ങളിൽ പാർക്കിങ്ങിനായി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരി നിൽക്കുന്ന ഭക്തർക്ക് വിശ്രമിക്കാനുള്ള പ്രത്യേക ഇരിപ്പിടങ്ങളും തയ്യാറാക്കി. തിരക്ക് ഒഴിവാക്കാൻ വഴിപാട് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. സ്കൂബ ടീമിന്റെയും ഫയർഫോഴ്സിന്റെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കും. ക്ഷേത്രത്തിനകത്തും പുറത്തും ആവശ്യമായ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിനകത്ത് ചുക്കുവെള്ളവും ക്ഷേത്രത്തിന് പുറത്ത് ചുക്കു കാപ്പിയും നൽകും. മെഡിക്കൽ സേവനങ്ങൾക്കായി ഇത്തവണ ആരോഗ്യവകുപ്പിന്റെ 2 കൗണ്ടറുകൾ സ്ഥാപിച്ചിട്ടുള്ളതായും ക്ഷേത്രം മാനേജർ KV വിനീത പറഞ്ഞു. കർക്കിടക മാസത്തിൽ ദിവസവും പുലർച്ചെ 3:30 നട തുറക്കുമെന്നും ക്ഷേത്രം അധികൃതർ അറിയിച്ചു. TCV തൃപ്രയാർ. നാളെ കർക്കിടകം 1. പഴമക്കാർ പഞ്ഞമാസമെന്ന് വിളിച്ചിരുന്ന കർക്കിടകം ആയുർവേദ ചികിത്സകൾക്ക് ഉത്തമമാണ്. രാമായണ മാസാചരണത്തിനും നാളെ തുടക്കം കുറിക്കും. തിരിമുറിയാതെ മഴ പെയ്തു നിറയേണ്ട കാലമാണ്. എന്നാൽ ഋതുഭേദങ്ങൾ പതിവ് തെറ്റിക്കുമ്പോൾ പൊള്ളുകയാണ് നാട്. കർക്കിടകം മലയാളിക്ക് ആത്മശുദ്ധീകരണത്തിന്റെയും ശാരീരിക സൗഖ്യം വീണ്ടെടുക്കുന്നതിന്റെയും നാളുകളാണ്. ഭക്തമാനസങ്ങളിൽ രാമായണ ശീലുകൾ നിറയുന്ന പുണ്യമാസം.
കർക്കിടകം തീരുമ്പോഴേക്കും രാമായണം വായിച്ചു തീരണമെന്നാണ് വിശ്വാസം. സ്ത്രീകൾ ദശപുഷ്പം ചൂടി മുക്കുറ്റിക്കുറി വരച്ച് രാമായണ മാസ പ്രഭാതങ്ങളെ വരവേൽക്കും. നാലമ്പല ദർശനവും ഹൈന്ദവ വിശ്വാസങ്ങളിൽ പ്രധാനമാണ്. ആയുർവേദ വിധിപ്രകാരമുള്ള ആരോഗ്യ പരിചരണത്തിന് കർക്കിടകമാണ് ഉത്തമം. കഴിഞ്ഞ 11 മാസത്തെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കണം, ദുർമേധസ് നീക്കണം, അടുത്ത 1 വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കണം. അതിനുള്ള ഉഴിച്ചിലിനും പിഴിച്ചിലിനും പ്രത്യേക ഔഷധ സേവയ്ക്കുമൊക്കെ പറ്റിയ മാസമാണിത്. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാണ് പഴമക്കാരുടെ ചൊല്ല്. പുതുപ്രതീക്ഷകളുടെ പൂക്കളങ്ങൾ മണ്ണിലും മനസ്സിലും വിടരുന്ന പൊന്നിൻ ചിങ്ങത്തിനായുള്ള കാത്തിരിപ്പ് ഇപ്പോഴേ തുടങ്ങുകയായി. ഈ കാലവും കടന്നു പോകട്ടെ. നിറപ്പെയ്ത്തിൽ ഈറനണിയുന്ന പ്രഭാതങ്ങളിലേക്ക് മലയാളക്കര മിഴി തുറക്കട്ടെ. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. അറിഞ്ഞു ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover la Vraicote, la crème de la fraîcheur. French Diary Ice Creams, a taste factory. പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനമായ തേക്കിൻകാട് മൈതാനത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങളും പ്രതിഷേധങ്ങളും പൂർണ്ണമായി നിരോധിച്ച് ഹൈക്കോടതി. ക്ഷേത്രമൈതാനത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കണമെന്നും മുൻകാല ഉത്തരവുകൾ ലംഘിച്ച് മൈതാനത്ത് രാഷ്ട്രീയ യോഗങ്ങളും നൃത്ത സംഗീത പരിപാടികളും നടത്തുന്നുവെന്നും കാണിച്ച് തൃശൂർ സ്വദേശി സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ വി രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഭക്തരുടെ വികാരങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് സന്തുലിത സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി. മൈതാനം മുഴുവനായി വെറുതെ ഇടുന്നത് ബോർഡിന്റെ വരുമാനത്തെ ബാധിക്കുമെന്ന വാദം കോടതി അംഗീകരിച്ചു. കർശന നിബന്ധനകൾക്ക് വിധേയമായി മതപരമല്ലാത്ത ചില ആവശ്യങ്ങൾക്ക് മൈതാനം താൽക്കാലികമായി വിട്ടു നൽകാൻ ബോർഡിന് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. മൈതാനം വിവിധ പരിപാടികൾക്കായി വിട്ടു നൽകുമ്പോൾ ബോർഡും സംഘാടകരും തമ്മിൽ ഒപ്പുവയ്ക്കുന്ന ലൈസൻസ് അല്ലെങ്കിൽ വാടക കരാറിൽ കർശനമായ നിബന്ധനകൾ ഉൾപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്ഷേത്രവളപ്പിൽ മാലിന്യങ്ങൾ തള്ളുന്നതും സസ്യാഹാരേതര ഭക്ഷണങ്ങളുടെ വിൽപ്പനയും ഉപഭോഗവും പൂർണ്ണമായും നിരോധിക്കണം. മാലിന്യം നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും പരിപാടി കഴിഞ്ഞയുടൻ പ്രദേശം പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്യേണ്ടത് സംഘാടകരുടെ ഉത്തരവാദിത്വമാണെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടി. TCV, തൃശൂർ. തേക്കിൻകാട് മൈതാനം സംബന്ധിച്ച ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ദേവസ്വം ഭരണാധികാരികൾ വിമുഖത കാണിച്ചതിനാലാണ് വീണ്ടും കോടതിയെ സമീപിച്ചതെന്ന് അയ്യന്തൂർ സ്വദേശി സുമോദ്. ഏറെ പ്രശസ്തമാണ് തൃശൂർ തേക്കിൻകാട് മൈതാനം. വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 65 ഏക്കർ ഭൂമി. ഈ തേക്കിൻകാട് മൈതാനത്തിനോട് ചേർന്നുള്ള സ്വരാജ് റൗണ്ട് ഇന്ത്യയിലെ തന്നെ 2ാമത്തെ വലിയ റൗണ്ട് അബൌട്ടാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തേക്കിൻകാട് മൈതാനം രാഷ്ട്രീയ പൊതുസമ്മേളനങ്ങൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ ജാഥകൾക്കുമൊന്നും കൊടുക്കരുത് എന്ന ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്നത്. ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചവരിൽ ഒരാളായ സുമോദ്, തൃശൂർ സ്വദേശി സുമോദ് നമ്മളോടൊപ്പം ചേരുകയാണ്. നേരത്തെയും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു വിധി ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ആദ്യത്തെ ഹൈക്കോടതി വിധി കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പാക്കിയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും അതിനാണ് ഹൈക്കോടതിനെ സമീപിച്ചത്. അപ്പോൾ ഹൈക്കോടതി നല്ലൊരു വിധി തന്നിട്ടുണ്ട്. ഇത് ഇനി ദേവസ്വം ബോർഡ് നടപ്പാക്കണം.
ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ വന്ന് സമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കണില്ല. കാരണം ഇവിടെ 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തജനങ്ങൾ കണ്ടമാനം ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്തായിരിക്കും ഇവിടെ സമ്മേളനം നടക്കുക. അപ്പോൾ ഈ 2 ഗേറ്റും കുറുപ്പൻ റോഡിൻ്റെ അവിടെ നിന്ന് വരുന്നതും ഈ ഷൊർണൂർ റോഡിൻ്റെ അവിടെ നിന്ന് കയറി വരുന്നതും ഇവർ ബ്ലോക്ക് ചെയ്യും, പോലീസുകാർ ബ്ലോക്ക് ചെയ്യും. ഒരു വണ്ടിക്കാരോ ഒരു ഭക്തന്മാർക്കും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് 2ാമത് കോടതിയിൽ പോകാൻ കാരണം. കാരണം അന്നത്തെ ദിവസം അമ്പലത്തിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ക്ഷേത്ര കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയമായ ഇടപെടലുകൾ വേണ്ട എന്നതാണ് ഹൈക്കോടതി ഉന്നയിക്കുകയുണ്ടായിരുന്നത്. എന്നാലും ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഭൂമിയാണ് തേക്കിൻകാട് മൈതാനം. ഒട്ടേറെ പതിറ്റാണ്ടുകളായി ഒട്ടേറെ മഹാരഥന്മാർ വന്നിരുന്ന ഭൂമിയാണ്. എന്തായാലും പുതിയ ഹൈക്കോടതിയുടെ വിധി ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. വടക്കാഞ്ചേരി പോലീസിന്റെ വാഹനം പിടികൂടി പിഴയിട്ട സംഭവത്തിൽ MVI PV ബിജുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. ഒളിവിലായിരുന്ന MVI മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് വടക്കാഞ്ചേരി സ്റ്റേഷനിൽ ഹാജരായത്. ഇൻഷുറൻസ് ഉള്ള പോലീസ് വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി പിഴയിട്ടതിന് പിന്നാലെ പോലീസ് ബിജുവിനെതിരെ കേസെടുത്തിരുന്നു. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് കിടപ്പ് രോഗികളായ ദമ്പതികൾക്ക് പരിക്ക്. ആരോ വീട്ടിൽ കുട്ടപ്പൻ, ഭാര്യ അംബിക എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവ സമയത്ത് ദമ്പതികൾ ഉറക്കത്തിലായിരുന്നു. പൊട്ടിത്തെറിയെ തുടർന്ന് വീടിനുള്ളിൽ തീ പടരുകയും മുറി മുഴുവൻ കനത്ത പുക നിറയുകയും ചെയ്തു. പുക ശ്വസിച്ച് ശ്വാസതടസ്സം നേരിട്ട ദമ്പതികളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ജനൽ ചില്ലുകളും തകർന്നു. ഫ്രിഡ്ജ് പൂർണ്ണമായും കത്തിനശിച്ചു. വിവരമറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ പൂർണ്ണമായും അണച്ചു. ഫ്രിഡ്ജിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ നഗരത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങി. പീച്ചിയിൽ നിന്ന് തൃശൂർ നഗരത്തിലേക്കുള്ള പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് കുടിവെള്ളം മുടങ്ങിയത്. നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലും 2 ദിവസം കുടിവെള്ള വിതരണം തടസ്സപ്പെടും. നഗരത്തിൽ വിവിധ വാർഡുകളിലെ വീടുകളിലേക്ക് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. കുടിവെള്ളം മുടങ്ങിയതോടെ ഹോട്ടലുകളും പ്രതിസന്ധിയിലായി. പീച്ചി കരിപ്പക്കുന്നിലാണ് പൈപ്പ് ലൈൻ കഴിഞ്ഞ ദിവസം പൊട്ടിയത്. ചാവക്കാട് ബീച്ചിന് സമീപം മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി വീട്ടിൽ പ്രസവിച്ചു. സംഭവത്തിൽ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രസവിച്ച വിവരം ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികൾ ഉടൻ തന്നെ ആശാവർക്കറെയും വാർഡ് കൗൺസിലറെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇരുവരും ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ യുവതിയെയും നവജാത ശിശുവിനെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ അമ്മയും കുഞ്ഞും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയും അമ്മയും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അമ്മയും സമാനമായ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നയാളാണ്. ഇവരുടെ അവസ്ഥ കണക്കിലെടുത്ത് 3 മാസം മുൻപ് വാർഡ് കൗൺസിലറും ആശാവർക്കറും നാട്ടുകാരും ചേർന്ന് ഇവരെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ ചികിത്സയിലായിരുന്ന ഇവർ 2 ആഴ്ച മുൻപാണ് തിരികെ വീട്ടിലെത്തിയത്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി ഗർഭിണിയായ സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുമായി ഈ വർഷത്തെ തിരുവോണം ബമ്പർ ടിക്കറ്റ് പ്രകാശനം ചെയ്തു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ടിക്കറ്റ് പുറത്തിറക്കിയത്. 25 കോടിയിൽ നിന്ന് 30 കോടിയായാണ് ഇത്തവണത്തെ ഒന്നാം സമ്മാനം ഉയർത്തിയിട്ടുള്ളത്. തിരുവോണം ബമ്പറിന്റെ സമ്മാനഘടനയിലും മാറ്റങ്ങളുണ്ട്. 2ാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കും. 3ാം സമ്മാനം 25 ലക്ഷം വീതം 20 പേർക്ക് നൽകും. 500 രൂപയാണ് ടിക്കറ്റ് വില. ടിക്കറ്റ് വിൽപ്പന അടുത്ത തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. സെപ്റ്റംബർ 26-ാം തീയതിയാണ് നറുക്കെടുപ്പ്. വെള്ളിക്കുളങ്ങര വനം റേഞ്ചിലെ ചന്ദനമോഷണ കേസിൽ പ്രതിയായ യുവാവ് അറസ്റ്റിൽ. ചാലക്കുടി വെള്ളാഞ്ചിറ പാലക്കൽ വീട്ടിൽ ബെൻ ദേവസിയാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നൈറ്റ് പെട്രോളിംഗിനിടെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വാങ്കുറ്റിപ്പാടം ഭാഗത്ത് വെച്ച് വീരപ്പൻ ജോയ് എന്നറിയപ്പെടുന്ന ചന്ദനമോഷ്ടാവും ബെൻ ദേവസിയും ചേർന്ന് സ്കൂട്ടറിൽ ചന്ദനം മുറിച്ച് കടത്തിക്കൊണ്ടുവരുന്നതിനിടെ വനപാലക സംഘത്തിന് മുന്നിൽ അകപ്പെടുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ട വീരപ്പൻ ജോയിയെ പിടികൂടാനായില്ല. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ?
KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. ഇനി കളിക്കാലം. ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം സെമി പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ. തുടർച്ചയായ രണ്ടാം തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. ഞായറാഴ്ച രാത്രി നടക്കുന്ന കിരീട പോരാട്ടത്തിൽ സ്പെയിനാണ് അർജന്റീനയുടെ എതിരാളികൾ. അറ്റ്ലാന്റയിലും അജയ്യരായി അർജന്റീന. 84 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം 7 മിനിറ്റിനുള്ളിൽ 2 ഗോൾ ഇംഗ്ലീഷ് വലയിൽ നിക്ഷേപിച്ച് മെസ്സിയും സംഘവും ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. ഗോൾ അടിച്ചില്ലെങ്കിലും 2 ഗോളിന് വഴിവെട്ടി നായകൻ ലയണൽ മെസ്സി ഒരിക്കൽ കൂടി തന്റെ പ്രതിഭാസ്പർശം കൊണ്ട് സെമി പോരാട്ടത്തിലും കയ്യൊപ്പ് ചാർത്തി. ഇരു ടീമുകളും പ്രതിരോധത്തിലൂന്നി കളിച്ച മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. കളി പലപ്പോഴും പരുക്കനായും മാറി. ഇംഗ്ലണ്ട് നിരയിൽ ഏലിയറ്റ് ആൻഡേഴ്സണും അർജന്റീന നിരയിൽ ലിസാൻഡ്രോ മാർട്ടിനസും ആദ്യ പകുതിയിൽ തന്നെ മഞ്ഞക്കാട് കണ്ടു. എന്നാൽ രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. വലതുവിങ്ങിൽ നിന്നുള്ള മോർഗൻ റോജസിന്റെ ക്രോസ് കൃത്യമായ ടച്ചിലൂടെ ഗോളി എമി മാർട്ടിനസിനെയും മറികടന്ന് അർജന്റീനയുടെ വലകുലുക്കി. ഗോൾ നേടിയ ശേഷം പ്രതിരോധക്കോട്ട ശക്തമാക്കിയ ഇംഗ്ലണ്ട് നിരയിൽ നായകൻ ഹാരി കെയ്നടക്കം പിന്നിലേക്കിറങ്ങി. ഇതിനിടയിൽ അർജന്റീനയുടെ ഗോളെന്നുറപ്പിച്ച 2 അവസരങ്ങൾ ഇംഗ്ലണ്ട് ഗോളി ജോർദാൻ പിക്ഫോർഡ് രക്ഷപ്പെടുത്തി. എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ മെസ്സി എടുത്ത കോർണറിൽ നിന്നും മികച്ചൊരു ലോങ് റേഞ്ചറിലൂടെ എൻസോ ഫെർണാണ്ടസ് വലകുലുക്കി. ഇഞ്ചുറി ടൈമിന്റെ 2-ാം മിനിറ്റിൽ മെസ്സിയുടെ ക്രോസിന് തലവെച്ച ലൗട്ടാരോ മാർട്ടിനസിന് പിഴച്ചില്ല. 2-1 ജയത്തോടെ ഇംഗ്ലീഷ് ചാനൽ കീറിമുറിച്ച് മെസ്സിപ്പട തുടർച്ചയായ 2-ാം തവണയും കലാശപ്പോരിന് യോഗ്യത നേടി. മറ്റു വാർത്തകളിലേക്ക്. പലിയേക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ തമിഴ്നാട് സ്വദേശി പ്രഭാകരൻ വേറെയും കേസുകളിൽ പ്രതി. ധർമ്മപുരി പൊന്നഗരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരാളെ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും മറ്റൊരാളുമായി ആയുധവുമായി ആക്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. തലവണിക്കരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പണ്ടാരപ്പറമ്പിൽ ചന്ദ്രനാണ് പ്രതിയാൽ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം കുട്ടനല്ലൂരിലെ ആളൊഴിഞ്ഞ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സാഹിത്യകാരനും സാഹിത്യ അക്കാദമി മുൻ എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രൊഫസർ ഷൊർണൂർ കാർത്തികേയൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 94ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് ഷൊർണൂർ ശാന്തി തീരത്ത് നടക്കും. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ സംഘടിപ്പിച്ച അക്കാദമിക് ഫെസ്റ്റ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ മീന കെ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. രാജൻ ജെ പല്ലൻ MLA, കൗൺസിലർ അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റ്യൻ ചാക്കോള തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ശക്തനപുരം നഗറിലെ ഗോൾഡൻ ഫ്ലീ മാർക്കറ്റിലെ തൊഴിലാളി യൂണിയനായ സ്ട്രീറ്റ് വെൻഡേഴ്സ് കോൺഗ്രസ് കൺവെൻഷൻ INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ഗോൾഡൻ ഫ്ലീ മാർക്കറ്റിലെ തൊഴിലാളികളിൽ നിന്നും വാടക വാങ്ങുന്നതിനും കരാർ ഉണ്ടാക്കുന്നതിനും ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് VA ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേക്കബ് പുലിക്കോട്ടിൽ, എമോസ് ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമായി. സുശ്രുത സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്ലാസ്റ്റിക് സർജറി, ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ, അശ്വിനി നഴ്സിംഗ് കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹാൻഡ് സർജറി കേന്ദ്രീകരിച്ചുള്ള ദിനാചരണ പരിപാടികൾക്ക് ഡോക്ടർമാരായ VG അനിൽജിത്ത്, ആൻഡോ ഫ്രാൻസിസ്, ഗോപികാജിത്ത്, ക്രിസ്റ്റഫർ അഗസ്റ്റിൻ, PM ജുനൈസ് എന്നിവർ നേതൃത്വം നൽകി. അശ്വിനി ഹോസ്പിറ്റല് ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷനായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നത്. മെയിൻ എംഫസിസ് ട്രോമ കെയർ ആണ്. ട്രോമയുടെ ഭാഗമായിട്ട് വരുന്ന ഓൾമോസ്റ്റ് ഓൾ പ്ലാസ്റ്റിക് സർജറി കേസസ് ഇൻവോൾവ്മെന്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്. ഞങ്ങളൊരു ടീമുണ്ട്.
അപ്പോൾ ടീമുള്ള കാരണം ഇത്ര ആവശ്യം അനുസരിച്ച് വി വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് ദി അതേഴ്സ്. ട്രോമ കേസുകൾ കൂടുതലായി എത്തുന്ന ആശുപത്രികളിലൊന്നായ അശ്വിനിയിലെ പരിപാടിയിലൂടെ ഹാൻഡ് സർജറിയുടെയും പ്ലാസ്റ്റിക് സർജറിയുടെയും പ്രാധാന്യം പൊതുജനങ്ങളിലേക്കും ആരോഗ്യ പ്രവർത്തകരിലേക്കും എത്തിക്കാൻ സഹായകരമായി. വിദഗ്ധ സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ രോഗികൾക്കായി സൗജന്യ പ്ലാസ്റ്റിക് സർജറി വിദഗ്ധ പരിശോധനയും ഒരുക്കിയിരുന്നു. പ്ലാസ്റ്റിക് സർജറി കോസ്മെറ്റിക് സർജറി മാത്രമല്ല, അതിൽ ട്രോമ ഉണ്ടാവും, ക്യാൻസർ സർജറി ഉണ്ടാവും, സ്കിന്നിൻ്റെ സർജറി ഉണ്ടാവും, ബോൺ ആൻഡ് ജോയിൻറ്റ് അതിനു വേണ്ടിയുള്ള സർജറീസ് ഉണ്ടാവും. പ്ലാസ്റ്റിക് സർജറി എല്ലാ ഫീൽഡുകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കോസ്മെറ്റിക് സർജറി, അതുപോലെ തന്നെ റീകൺസ്ട്രക്റ്റീവ് സർജറി, ട്രോമ, ബേൺസ്, ഇത് എല്ലാം ഇവിടെ എടുക്കുന്നുണ്ട്. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ കെ സുഗതൻ, വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ AS ധർമ്മൻ, IN രാജേഷ്, AC പ്രേമാനന്ദൻ, ഡോക്ടർ AC വേലായുധൻ, ജനറൽ മാനേജർ PK രാജു, ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ HOD ഡോക്ടർ മഹേഷ് കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെട്ട അശ്വിനി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പോസ്റ്ററുകളുടെയും ചാർട്ടുകളുടെയും പ്രദർശനവും നടന്നു. വള്ളത്തോൾ നഗർ നമ്പ്യാർ പള്ളത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. ദേശമംഗലം തലശ്ശേരി പെരുങ്കുന്ന് നഗർ സ്വദേശി 52 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കോയമ്പത്തൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് വന്ന ട്രെയിനിൽ നിന്നാണ് 10 കിലോ 250 ഗ്രാം കഞ്ചാവ് സീറ്റിനടിയിൽ ബാഗിൽ നിന്ന് കണ്ടുകിട്ടിയത്. പ്രതികളെ പിടികൂടാനായില്ല. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് തീവണ്ടിയുടെ ആളൊഴിഞ്ഞ സീറ്റിന്റെ അടിയിൽ വെക്കുകയും പിന്നീട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ലഹരിക്കടത്ത് സംഘം എത്തി കഞ്ചാവ് എടുത്തുകൊണ്ടുപോകുന്നതുമാണ് പുതിയ രീതിയെന്ന് റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ചാലക്കുടി എക്സൈസ് സംഘം വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പ്രത്യേക പരിശോധനയിൽ 25 ലിറ്റർ മദ്യം കണ്ടെടുത്തു. 3 പേർ അറസ്റ്റിലായി. കുറ്റിക്കാട് പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ കുറ്റിക്കാട് വീട്ടിൽ റപ്പായി, മേലൂർ കൂവക്കാട്ടുകുന്ന് സ്വദേശി പനമ്പള്ളി വീട്ടിൽ ബിജി ഷിബു, കുറ്റിച്ചിറ സ്വദേശി കല്ലിങ്ങപ്പുറം രഷീഷ് എന്നിവരെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ KS സജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഒരു കുടുംബത്തിന്റെ ആശ്രയത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ യാത്രക്കാർക്ക് മുൻപിൽ കൈനീട്ടി മിഷാൽ വെള്ളിയാഴ്ചയോടും. വെള്ളിയാഴ്ച സർവീസ് നടത്തി ലഭിക്കുന്ന പണം മുഴുവൻ കുറുമശ്ശേരി സ്വദേശി 39-കാരനായ ജോജോയുടെ ചികിത്സയ്ക്ക് വേണ്ടി നൽകും. ബുധനാഴ്ച മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 50 ലക്ഷം രൂപയിലേക്ക് മിഷാൽ ബസിന്റെ കൈത്താങ്ങാണ് ഒരു ദിവസത്തെ ഓട്ടം. മകളും ഭാര്യയുമുള്ള കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ജോജോ. ചാലക്കുടി പുഴയിലെ പരിയാരം കൊമ്പൻപാറ തടയണയിൽ ഒഴുക്കിൽപ്പെട്ട ഇതര സംസ്ഥാനക്കാരനായ വിനോദസഞ്ചാരിയെ പ്രദേശത്തെ യുവാക്കൾ രക്ഷപ്പെടുത്തി. ഭാര്യയും മക്കളുമായി വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു യുവാവ്. തടയണയിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ഇയാൾ കുത്തൊഴുക്കിൽ ഷട്ടറിനടിയിലൂടെ താഴേക്ക് ഒലിച്ചുപോയി. കടവിലുണ്ടായിരുന്ന യുവാക്കൾ പുഴയിലേക്ക് ചാടി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. അന്നമനട മാമ്പ്രയിൽ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി 5 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. ശങ്കരൻകുന്നിൽ അനൂപ് ട്രീസ ദമ്പതികളുടെ പെൺകുഞ്ഞാണ് മരിച്ചത്. കുട്ടി അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് കൊരട്ടിയിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,235 രൂപ, പവന് 1,05,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. റേഷൻ വിതരണത്തിൽ പാളിച്ച. കൊമ്പടിഞ്ഞാമക്കലിലെ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് സനീഷ് കുമാർ ജോസഫ് MLA. ഈ മാസത്തെ അരി വിതരണം 4 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്ന് കളക്ടർ.
ഗവൺമെന്റ് ഫീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് കോൺഗ്രസ് വക്താവ് VR അനൂപ്. RSS നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം കൊടുക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് KSU നേതാക്കൾക്ക് സമയം കൊടുക്കുന്നില്ലെന്ന് അനൂപ്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നുവെന്ന് വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. മാളയിൽ KSEB ജീവനക്കാരെ മർദ്ദിച്ച 5 പേർ അറസ്റ്റിൽ. എരുമപ്പെട്ടിയിൽ KSEB ഓഫീസ് DYFI പ്രവർത്തകർ ഉപരോധിച്ചു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നാളെ. 50ഓളം ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുക്കും. രാവിലെ 8 മണി മുതൽ TCBയിൽ തത്സമയം. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് രാഷ്ട്രീയ പരിപാടികൾക്ക് വിലക്ക്. ഉത്തരവിറക്കി ഹൈക്കോടതി. ലോകകപ്പ് ഫുട്ബോളിലെ 2ാം സെമി പോരാട്ടത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ. ഞായറാഴ്ച രാത്രി നടക്കുന്ന കിരീട പോരാട്ടത്തിൽ അർജന്റീന സ്പെയിനെ നേരിടും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.